ഹായ് ബിംബിൽ കിബില പീസ്. വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ്. ഞാനാണ് കാൻഡിൽമാൻ. ഇനി ഈ മെഴുകുതി കത്തിച്ചു വെച്ച് ഇരുട്ടിന്റെ മറവിൽ നിന്നിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇനി നമ്മളെല്ലാം നേർക്കുനേർ. അപ്പോ ഓണൊക്കെ പ്രമാണിച്ച് ഈ തിരുമോഹം കാണിക്കാന്ന് വെച്ചു. പക്ഷെ ഒരു അപരാധ പടത്തിന്റെ റിവ്യൂ പറയാനായിട്ട് ആവണം അങ്ങനെ ഒരു യോഗമെന്ന് വിചാരിച്ചില്ല. സത്യം പറഞ്ഞാല് വേറെ പടമൊന്നുമല്ല, നമ്മുടെ ഖലീഫ തന്നെ. ഖലീഫ കണ്ടു. രാജുവേട്ടന്റെ ഐ ആം നോബഡിക്ക് ശേഷം ഇറങ്ങിയ ഖലീഫ. സത്യം പറയാലോ, വല്ല അസല അപരാധ പടം, വേറെ ഒന്നും പറയാനില്ല. ഡയറക്ടർ ബൈ വൈശാഖ്, ആ ഒരു പേരിലായിരുന്നു എന്റെ എല്ലാ പ്രതീക്ഷയും. കൂടാതെ ജിനു എബ്രഹാം വലിയ കുഴപ്പമില്ലാത്ത റൈറ്റർ ആയിരുന്നു. പക്ഷെ ആൾക്കൊരു പ്രശ്നമുണ്ട്. ആളാകെ ഒരു 6 പടം ചെയ്തിട്ടുള്ളൂ. ആ ഒരു 6 പടത്തില് 5 പടവും നമ്മുടെ രാജുവേട്ടനെ വെച്ചിട്ടാ. അതിലാണെന്നുണ്ടെങ്കിൽ നിലം തൊട്ടിട്ടുള്ളത് കടുവ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം നിലം തൊടാണ്ട് വിരിഞ്ഞിട്ടുള്ള പടങ്ങളാ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതിന്റെ കാര്യം എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. കാരണം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി, അതുപോലെ വൈശാഖിന്റെ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഔട്ട്ഡേറ്റഡ് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നല്ലാണ്ട് ബാക്കിയുള്ള എല്ലാം ഔട്ട്ഡേറ്റഡ് തന്നെ. ജേക്സ് ബിജോയുടെ മ്യൂസിക് കൊള്ളാം, പക്ഷെ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായി പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പെർഫോമൻസ്, കുറെ ആൾക്കാരുണ്ട് ഈ പടത്തില്. പൃഥ്വിരാജിനെ കൂടാതെ തന്നെ വില്ലനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നീൽ മുകേഷിനെയാണ്. നമ്മുടെ കത്തിയിലത്തെ വില്ലൻ. ആ കത്തിയിലത്തെ പോലെ തന്നെ ആള് വരുന്നു, കാണാൻ കിടിലൻ ലുക്ക്, നല്ല സ്വാഗ് ഇടുന്നു. ക്ലൈമാക്സ് വരെ ഡയലോഗിൽ പിടിച്ചു നിൽക്കുന്നു. ക്ലൈമാക്സിൽ നായകനായിട്ടൊരു ഫൈറ്റ്, നായകനെ കൊണ്ട് ചാവുന്നു, കഴിഞ്ഞു. അതോടുകൂടി അത് അങ്ങനെ ഒരു ഡമ്മി വില്ലൻ. പിന്നെ നമ്മുടെ ഷമ്മി തിലകൻ, ടിപ്പിക്കൽ ആയിട്ടുള്ള ക്യാരക്ടർ. നമ്മുടെ വിലായത്ത് ബുദ്ധയുടെ ഒരു എക്സ്റ്റൻഡഡ് വേഷം പോലെ തോന്നി. ആളുടെ ആ ഒരു ലുക്കും ആ ഒരു എന്താ പറയാ ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അതങ്ങനെ. പിന്നെ നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ട്, മോഹിനി ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് രഞ്ജി പണിക്കരുണ്ട്. അങ്ങനെ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി അങ്ങനെ പെർഫോമൻസ് ചെയ്യാനൊന്നും വലിയ സ്കോപ്പുള്ള ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നും അല്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. തുടക്കം മുതൽ അവസാനം വരെ നമുക്കൊരു ഹൈ മൊമെന്റ്സും കിട്ടിയിരുന്നില്ല ശരിക്കും പറഞ്ഞാല്. പക്ഷെ എന്താ പറയാ, ഫൈറ്റ്സ് ഒക്കെ കിടിലായിരുന്നു. അടിപൊളി ഫൈറ്റ്സ് ആണ്. പക്ഷെ അതിനു മുമ്പ് ഉണ്ടാവണ ഒരു എലിവേഷൻ ഉണ്ടല്ലോ, നമുക്കൊരു പിടിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഫൈറ്റ്സ് കിടിലാണെങ്കിലും അതിനു മുമ്പുള്ള എലിവേഷൻ സീൻസ് ഒക്കെ അലമ്പായിരുന്നു. ഒരു ഹൈ മൊമെന്റ്സ് തരാൻ പറ്റാത്ത എലിവേഷൻ സീൻസ് ആയി പോയി. അതുപോലെ തന്നെ ഇമോഷണലും ഒട്ടും കണക്ട് അല്ല പടം. തുടക്കം മുതൽ അവസാനം വരെ ആയാലും ഇമോഷണൽ ആയിട്ട് നമുക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ടിപ്പിക്കൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പണ്ടത്തെ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പടം. ഒരു നോർമൽ വാച്ച്, ഒരു ബിലോ ആവറേജ് വാച്ച് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തത്. രാജുവേട്ടന്റെ ലുക്ക് കിടിലായിരുന്നു. പ്രത്യേകിച്ച് ഫ്ലാഷ് ബാക്കിലത്തെ ഒക്കെ ലുക്ക് അടിപൊളി. ലുക്കിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ അൻവറിലത്തെ ലുക്കും, അത് കഴിഞ്ഞിട്ട് പ്രസന്റില് നമ്മുടെ സ്വപ്നക്കൂടിലെ കുഞ്ഞുഞ്ഞും ഐ ആം നോബഡിയിലെ രാജീവനും കൂടി മിക്സ് ആയിട്ടുള്ള ലുക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ബുൾഗ വെക്കുമ്പോഴും വെക്കാണ്ടിരിക്കുമ്പോൾ ആ ലുക്ക് അങ്ങോട്ട് മാറി മാറി വരും. അത് അങ്ങനെ ഒരു കഥ. അതുപോലെ ആളുടെ ഫിസിക്കൊക്കെ കിട്ടില്ലായിരുന്നു കേട്ടോ. ഫ്ലാഷ് ബാക്കിലൊക്കെ ആളുടെ കോസ്റ്റ്യൂംസും ഫിസിക്കൊക്കെ അടിപൊളി. ആൾ വന്ന് നിന്നാൽ തന്നെ കാണാനുണ്ട് മുതല്. അപ്പൊ അതൊക്കെ കൊള്ളാം. പക്ഷെ പടം വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ഒരിക്കലും ഇങ്ങനൊരു പടം പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് വൈശാഖിന്റെ ഒരു കൂട്ടുകെട്ടിൽ വരുമ്പോ. അറ്റ്ലീസ്റ്റ് പടം സ്ക്രിപ്റ്റ് മോശമാണെങ്കിൽ കൂടി വൈശാഖ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെക്കാറുണ്ട്. ആ സ്ക്രിപ്റ്റിനൊരു മറികടക്കണ ഒരു മേക്കിംഗ് സംഭവമൊക്കെ. നമ്മുടെ ടർബോലൊക്കെ അങ്ങനെയാ. സ്ക്രിപ്റ്റ് വൈസ് വളരെ മോശം സ്ക്രിപ്റ്റ് ആണെങ്കിലും മേക്കിങ്ങിലായിരുന്നു ടർബോ പിടിച്ചത്. പക്ഷെ ആ ഒരു പിടുത്തം ഇവിടെയും കിട്ടിയിട്ടില്ല. ചില സീൻസ് ഒക്കെ നന്നായിട്ടുണ്ടെന്നല്ലാണ്ട് മൊത്തത്തില് മേക്കിംഗ് ആയാലും അതുപോലെ സ്ക്രിപ്റ്റ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. വളരെ ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, ഒട്ടും കാര്യമില്ല, വളരെ മോശം. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ക്യാമിയോ. ക്രിസ്മസിന് മുന്നേ നമ്മുടെ സാന്റക്ലോസ് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോ, അല്ലെങ്കിൽ ക്രിസ്മസ് ആകുമ്പോഴേക്കും വേറെ ആളുടെ എടുത്തോണ്ട് പോകും. വേറെ ആരല്ല, നമ്മുടെ ലാലേട്ടൻ തന്നെ. കറക്റ്റ് ആ ഒരു മഞ്ഞ് വീഴ്ചയും ആളുടെ ഒരു കോസ്റ്റ്യൂം, ആളുടെ ആ ഒരു വിഗും താടിക്കായിപ്പോ കറക്റ്റ് സാന്താക്ലോസ് തന്നെ. ആ ഒരു റെഡ് കളറിലുള്ള ഒരു കോട്ടും കൂടി വേണമായിരുന്നു, അത് പൊളിച്ചേനെ. പക്ഷെ അതല്ല, അത് കഴിഞ്ഞിട്ട് ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. അത് നൈസായി. പക്ഷെ ആ ലുക്ക് കൊണ്ട് നമുക്ക് ചിലപ്പോ അനിമലിലെ ക്ലൈമാക്സിൽ രൺബീർ കപൂറിന്റെ ഒരു ചായകാച്ചിൽ തോന്നും അനിമലിന്റെ. പക്ഷെ
എന്നിരുന്നാൽ കൂടി എനിക്ക് പേഴ്സണലി ഒരു ഹൈ കിട്ടിയത് ആ ഒരു ക്യാമറയിലാണ്. അത് ലുക്ക് കൊണ്ടല്ല, അത് നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ എന്നുള്ള രീതിയിൽ ഈ മൊത്തം പടത്തിൽ എനിക്ക് ആ ഒരു ഹൈ കിട്ടിയത് ആ ഒരൊറ്റ ക്യാമിയോയില് മാത്രമാണ്. അത് കൊള്ളായിരുന്നു. ജെക്സ് ബിജിയുടെ മ്യൂസിക് നൈസായിരുന്നു. അമറൽ അമറൽ അമറാലി, പക്ഷെ അത് വല്ലാണ്ട് അമറയില്ല. അത് അത്യാവശ്യമുള്ള സ്ഥലത്തൊന്നും അത് കയറ്റിട്ടൂല. അറ്റ്ലീസ്റ്റ് ഫൈറ്റിന്റെ ഇടയ്ക്കൊക്കെ ആ ഒരു BGM ഫുൾ ടൈം വരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്ട് ഇട്ടാണ് ഫൈറ്റിനൊക്കെ. പക്ഷെ അതുണ്ടായില്ല. എന്നിരുന്നാൽ കൂടി ആളുടെ ഡിപ്പാർട്ട്മെന്റ് ആൾ അത്യാവശ്യം തിരക്കിലാണ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും എടുത്തു പറയാനില്ല. ഒരു വട്ടം ഓണ സീസൺ ഒക്കെ ആയ കാരണം ഒരു വട്ടം വേണമെങ്കിൽ പോയി കാണാം. നിങ്ങൾക്ക് കളയാൻ ഒരു 2.5 മണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും അവസാനത്തിൽ 5 മിനിറ്റിന് വേണ്ടി പോയി കാണുന്ന പോലെ ആയിരിക്കും ഈ ഒരു പടം. കാരണം അത്രേ ഉള്ളൂ ഈ ഒരു പടത്തിൽ നമുക്ക് ഒരു എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാനുള്ളത്. അല്ലാണ്ട് ഈ പടത്തിൽ വേറെ ഒന്നുമില്ല. പിന്നെ രാജുവേട്ട വേറൊരു കാര്യം, കണ്ണ് വിറപ്പിച്ച മാസാവുന്നു ഇട്ട് കഴിഞ്ഞ സെന്റിമെന്റ്സ് ആവുന്നുള്ള കാര്യം നിങ്ങള് ആവില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് ഒരുപാട് വർഷങ്ങളായി ഈ ഒരു സംഭവം വെച്ച് തന്നെ നടക്കണം. അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. എന്ത് ചെയ്തിട്ടും ഒരു മെനങ്ങട് ആവണില്ല പടങ്ങളൊന്നും. സ്ക്രിപ്റ്റിന്റെ സെലക്ഷന്റെ പ്രശ്നം തന്നെയാണ് മെയിനായിട്ട്. അല്ലാണ്ട് അഭിനയിക്കാൻ അറിയാത്ത ആളൊന്നുമല്ലല്ലോ. ഇനി നല്ലൊരു പടമൊക്കെ ആയിട്ട് വരുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നാളെ ബദ്ലേം കടുമ്പ യൂണിറ്റ് കയറി കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ മമ്പ്രയ്ക്കൽ ആലിമാർക്ക് കട്ടയും പടവും മുടക്കി വീട്ടിലിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് വർക്കൗട്ട് ആയില്ല പടം. ഒരു ബിലോ ആവറേജ് പടം. ഓണ സീസൺ ആയ കാരണം നിങ്ങൾക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോയിട്ട് കാണുന്നവര് അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിന് തുടർന്നും വേണം, എന്നാലേ എനിക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നാളെ കുടുംബ യൂണിറ്റിന്റെ റിവ്യൂമായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്. കാൻഡിൽമാൻ റിവ്യൂസ്. നാളെ വൈകിട്ടായിരിക്കും ഞാൻ സിനിമ കാണുള്ളൂ. അപ്പോ മറ്റന്നാൾ കാലത്തോ അല്ലെങ്കിൽ നാളെ രാത്രി എങ്ങനെ ആവും ഇടുള്ളൂ വീഡിയോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോ വീണ്ടും സൈനിങ് ഓഫ്. കാൻഡിൽമാൻ റിവ്യൂസ്.